കർത്താവായ ഈശോ ജനിച്ചത് പുൽത്തൊഴുത്തിലാണെങ്കിൽ, മരിച്ചത് കുരിശിൽ കിടന്നാണെങ്കിൽ, മക്കളെ നമുക്ക് ഈ ഭൂമിയിൽ ഇടം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിൽ വിഷമിക്കൊന്നും വേണ്ട. ആരൊക്കെ എന്നെ സ്നേഹിച്ചാലും, ആരൊക്കെ എന്നെ മനസ്സിലാക്കിയാലും, ആരൊക്കെ എന്നെ ചേർത്ത് പിടിച്ചാലും, ആരുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് ഇടമുണ്ടെന്ന് കരുതിയാലും, എനിക്ക് സ്വർഗീയ ജെറുസലേമിൽ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇടം എന്റെ സ്വകാര്യ ജീവിതത്തിന്റെ അനുഭവം വഴി ഞാൻ മനസ്സിലാക്കാൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് എന്തുകൊണ്ട് ഇന്ന് അതൊരു ഭാരമായിട്ട് മാറുന്നില്ല? അതുകൊണ്ട് നമ്മളെ ഇപ്പോഴും ഭാരപ്പെടുത്തേണ്ട ഒരു വിഷയം ഈ ഭൂമിയിൽ എവിടെയെങ്കിലൊക്കെ നമുക്കിടം നിഷേധിക്കപ്പെടുമെന്നല്ല. കർത്താവായ ഈശോ ജനിച്ചത് പുൽത്തൊഴുത്തിലാണെങ്കിൽ, മരിച്ചത് കുരിശിൽ കിടന്നാണെങ്കിൽ, മക്കളെ നമുക്ക് ഈ ഭൂമിയിൽ ഇടം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിൽ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിന് ജനിക്കാനും മരിക്കാനും കല്ലറയിൽ അടക്കം ചെയ്യാനൊക്കെ ഇടം കിട്ടാതെ പോയില്ലേ? അതിന്റെ പേരിൽ നമ്മൾ എന്തിനെത്ര വിഷമിക്കുന്നത്? ആരെങ്കിലുമൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ എന്തിനെത്ര ഭാരപ്പെടണം? നീ നന്മ ചെയ്തിട്ടും, നീ ചെയ്യേണ്ട നന്മ പ്രവർത്തികൾ മാത്രം അവരോട് ചെയ്തിട്ടും, അവരെ സ്നേഹിച്ചിട്ടും, മനസ്സിലാക്കിയിട്ടും, അവർക്ക് വേണ്ടി സഹിച്ചിട്ടും, തിരിച്ച് കുത്തുവാക്കുകളും പരിഹാസങ്ങളും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളും നിനക്ക് സമ്മാനിക്കപ്പെടുമ്പോൾ നീ എന്തിനെത്ര ഭാരപ്പെടണം? യേശുവിന് സമ്മാനിക്കപ്പെട്ടത് തന്നെയല്ലേ. 3 വർഷം കൂടെ നടന്നവന്മാർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. കർത്താവിനോട് ഭക്ഷിച്ചും പാനം ചെയ്തും കൂടെ കടന്നുപോയ 3 വർഷക്കാലം കൂടെ നടന്ന അപ്പസ്തോലന്മാരെ യേശുവിനെ തിരസ്കരിച്ചില്ലേ? തള്ളിക്കളഞ്ഞില്ലേ? ഓശാന പാടി വരവേറ്റവര്, അവര് ക്രൂശിക്കാൻ പറഞ്ഞ കർത്താവിനെ കാൽവരി കുരിശിലേക്ക് തള്ളിയിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളെ കുറിച്ച് നമുക്ക് അമിതമായ ആകുലതയുടെ വിഷയമാക്കി അത് മാറ്റേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും കൂടി അച്ഛൻ പറയട്ടെ, നമ്മൾ സ്നേഹിച്ച ചില ജീവിതങ്ങളിൽ നിന്നും നമ്മൾ പടിയിറങ്ങേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യത്തിനപ്പുറം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇടമുണ്ടെന്ന് കരുതുന്ന ചില ജീവിതങ്ങളിൽ നിന്നും ഇടം നിഷേധിക്കപ്പെടുന്ന ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടുപോകും. എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വർഗീയ ഇടം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭാരം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനുഭവിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ചില വ്യക്തികളിൽ, ചില ജീവിതങ്ങളിൽ, ചില ഇടങ്ങളിലുള്ള നമ്മുടെ സ്ഥാനം നിഷേധിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ദൈവം തരുന്നേ. ഒത്തിരി സ്നേഹിച്ചതാണ് എന്റെ കൂട്ടുകാരിയെ. അവൾ പറയുന്ന പോലെയൊക്കെ പോയത്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ എന്നോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചോട്ട് അവൾ ഒന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളോട് മിണ്ടാതിരിക്കാൻ. അവൾ എന്നോട് മിണ്ടുന്നില്ല. ഞാൻ മിണ്ടാൻ ചെന്നാൽ അവളും മിണ്ടുന്നില്ല. എന്തോ ഞാൻ ചെയ്തതുപോലെ അവൾ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ സംസാരം കേട്ടിട്ട് ഞാൻ എന്തോ അവൾക്കെതിരെ ചെയ്തു, ഞാൻ എന്തോ അവൾക്കെതിരെ പറഞ്ഞതുപോലെ. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, അവളെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് അകലം പാലിക്കുക. ഞാൻ പറഞ്ഞു, നീ ഒത്തിരി സ്നേഹിച്ചിരുന്ന വ്യക്തി, ഈ ഭൂമിയിൽ നിന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്ന് നീ കരുതിയ വ്യക്തി, അല്ലെങ്കിൽ നീ സ്നേഹിച്ചു എന്ന് കരുതിയ വ്യക്തി നിന്നിൽ നിന്നും അകലം പാലിക്കുന്നത് അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന കർത്താവിനോട് നീ അടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കർത്താവ് നൽകുന്ന അനുഭവം, കർത്താവ് അനുവദിക്കുന്ന അനുഭവം. തമ്പുരാനോട് അടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ഈ ലോകത്തിലെ സകല ബന്ധങ്ങളെയും തമ്പുരാൻ മുറിച്ചെന്ന് വരും. ഒരുപക്ഷെ തമ്പുരാന്റെ സ്നേഹത്തിൽ ഐക്യപ്പെടാനും, അവനോട് ഐക്യപ്പെട്ടിരിക്കാനും, അവനോട് ഒരു സ്നേഹബന്ധത്തിലേക്കും ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും എന്നുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി ഒരുപക്ഷെ ഈ ലോകം വെച്ച് നീട്ടുന്ന സകല ബന്ധങ്ങളെയും ഒരുപക്ഷെ തമ്പുരാൻ ഒരു നാൾ മുറിച്ചെന്ന് വരാം. അതെന്തിനാണെന്നറിയാവോ? എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. എന്റെ ഹൃദയത്തിൽ ഒരു ഭാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്റെ നിത്യജീവനിലേക്കുള്ള എന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കേണ്ട ആ ഒരു വഴിത്താരയിൽ എത്തി നിൽക്കുമ്പോൾ അത് അങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ഈ അനുഭവത്തിൽ വെച്ച് തന്നെ ആ ഒരു ചിന്ത, ഒരാലോചന നമുക്ക് സമ്മാനിക്കുകയാണ്. മക്കളെ, ഈ ഭൂമിയിൽ എവിടെയൊക്കെ നമുക്ക് ഇടം നഷ്ടപ്പെട്ടാലും, ഈ ഭൂമിയിൽ ആരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിടമില്ല എന്ന് ആരൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും നമ്മൾ അതിലൊത്തിരി ഭാരപ്പെടേണ്ട വിഷയമല്ല.